നമസ്കാരം. അജയ്സ് പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. എക്സ്പ്രസ്. പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടൂ എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ സ്ത്രീകൾ തന്നെ പരാക്രമം നടത്തിയാൽ എന്ത് ചെയ്യും? നമ്മുടെ നാടിന് എന്താണ് പറ്റിയത്? ഈ ചോദ്യം ഓരോ ദിവസവും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കാര്യങ്ങൾ കൂടുതൽ മോശമായി വരുന്നു എന്നും മാത്രമല്ല, അതിനെപ്പറ്റി ഉത്തരവാദപ്പെട്ടവർ ആരും സംസാരിച്ച് കാണുന്നുമില്ല. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഒരു സ്ത്രീ മദ്യപിച്ച് ബസ്സിൽ കിടന്ന് ബഹളമുണ്ടാക്കി പിന്നീട് നടന്ന സംഭവങ്ങളാണ് നാട്ടുകാരിൽ ആരോ വീഡിയോയിൽ പകർത്തിയത്. ചങ്ങനാശ്ശേരി പൊൻകുന്നം റൂട്ടിൽ ഓടുന്ന ഒരു പ്രൈവറ്റ് ബസ്സിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. മദ്യലഹരിയിലായിരുന്ന ഈ സ്ത്രീയുടെ അക്രമത്തിൽ ബസ്സിനുള്ളിലെ ചില യാത്രക്കാർക്ക് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. ബസ്സിനുള്ളിൽ സ്ത്രീകളെ അസഭ്യം പറയുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്തു. ബസ് 14-ാം മൈലിൽ എത്തിയപ്പോൾ ഇവരെ ബസ്സിൽ നിന്നും ഇറക്കി വിട്ടു. ഈ സമയം അവർ മറ്റൊരു യാത്രക്കാരിയുടെ മുടിയിൽ പിടിച്ച് ചുറ്റിക്കറക്കി റോഡിലിട്ടു. നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് ആ സ്ത്രീയെ, ഈ ബഹളം വെച്ച സ്ത്രീയിൽ നിന്നും രക്ഷിച്ചത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. പുരുഷന്മാർ കാട്ടിക്കൂട്ടുന്ന ഈ ജാതി വൃത്തികേടുകൾ നമ്മൾ എന്നും കേൾക്കാറുണ്ട്, കാണാറുമുണ്ട്. പക്ഷെ നമ്മുടെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്തു പറ്റി? ഇതാണോ സ്ത്രീ ശാക്തീകരണം? ഒരു വശത്ത് തട്ടിപ്പുകാരുടെ ഘോഷയാത്ര, വേറൊരു വശത്ത് റാഗിംഗ് എന്ന പേരിൽ വിദ്യാർത്ഥികൾ മറ്റു വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥി അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നു. പുറത്തിറങ്ങിയാൽ നിന്നെ തീർത്ത് കളയുമെന്നൊക്കെ പറയുന്ന ധൈര്യം ഒരു 13-കാരന് എവിടെ നിന്ന് കിട്ടുന്നു? അധ്യാപകർക്ക് പോലും കുട്ടികളെ പേടിയാണ്. അത് സ്കൂളിലായാലും കോളേജിലായാലും. മയക്കുമരുന്നുകൾ കൊടുക്കുന്ന ഫോൾസ് കറേജാണ് കുട്ടികളെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ പറയുവാനും കേൾക്കുവാനും കൊള്ളാത്ത കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട് ഇങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ നാടിന് എന്താണ് പറ്റിയത്? പറയുവാനാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എന്നാൽ കേരളം താമസിക്കുവാൻ കൊള്ളില്ലാത്ത ഒരു ഇടമാണ് എന്നൊരു ചിന്ത ആരിലെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ആരാണ് അതിന് ഉത്തരവാദികൾ? മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗത്തെപ്പറ്റിയുള്ള വാർത്തകൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്ത്
മയക്കുമരുന്നടിച്ച് ബോധം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി കാട്ടിക്കൂട്ടിയ വിക്രിയകളും നമ്മൾ കണ്ടതാണ്. പുരുഷന്മാർ പലതും കാട്ടിക്കൂട്ടാറുണ്ട്. മദ്യപിച്ച് ലക്കുകെട്ട് മയക്കുമരുന്നടിച്ച് ബോധം കെട്ട ഒട്ടേറെ പുരുഷന്മാരെയും ആൺകുട്ടികളെയും നമ്മൾ കാണാറുണ്ട്. എന്നാൽ സ്ത്രീകളെ കൂടി ഇങ്ങനെ ഇപ്പോൾ പൊതു ഇടങ്ങളിൽ കാണാൻ തുടങ്ങി എന്നതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, എന്താണ് സ്ത്രീകൾ മദ്യപിച്ചാലെന്ന്? എന്താണ് കുഴപ്പം? ഒന്നുമില്ല. പക്ഷേ പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച് ബഹളം വയ്ക്കുന്നതും അടിപിടി കൂടുന്നതും പുരുഷനോടൊപ്പം തുല്യതയ്ക്ക് വേണ്ടിയാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹം ഒട്ടേറെ അവകാശങ്ങൾ നിയമപരമായും അല്ലാതെയും കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. പലപ്പോഴും കുറച്ച് സ്ത്രീകളെങ്കിലും അത് ദുരുപയോഗം ചെയ്യുന്നതാണ് ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത്. ഞാനൊരു സ്ത്രീയാണ്, എന്നോട് സംസാരിക്കുന്നത് സൂക്ഷിച്ച് വേണം എന്ന മട്ടിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറേ പേരെയെങ്കിലും നമ്മൾ ദിനം പ്രതി എങ്കിലും കാണാറുണ്ട്. സ്ത്രീകൾക്ക് നിയമം നൽകുന്ന ചില പരിരക്ഷകൾ അവർ തന്നെ ഒരു കവചമായി ഉപയോഗിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയെങ്കിലും ഉത്തരവാദപ്പെട്ടവർ ചിന്തിക്കണം. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും തുടങ്ങുമ്പോൾ അതിന് ഒട്ടേറെ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക കാരണങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും തിരിയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം സ്ട്രെസ് അല്ലെങ്കിൽ സാമൂഹ്യ ചുറ്റുപാടുകൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തെ അതിജീവിക്കുവാൻ, അതും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനാണ്. വ്യക്തിജീവിതം എന്ന് പറയുമ്പോൾ അത് കുടുംബ പ്രാരാബ്ധങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, അതുമല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുമാകാം. ഇതിനെയെല്ലാം ഇവർ അതിജീവിക്കുന്നു എന്ന തെറ്റായ ധാരണയാണ് ഈ മയക്കുമരുന്നിലേക്കും മദ്യപാനത്തിലേക്കുമെല്ലാം ഇവരെ നയിക്കുന്നതിൻ്റെ പ്രധാന കാരണം. നമ്മൾ ജീവിക്കുന്ന പുതിയ കാലഘട്ടം എന്തിനും ഏതിനും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തേടുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ സ്ത്രീകൾ മദ്യപിക്കുക എന്ന് കേട്ടാൽ തന്നെ അതുണ്ടാക്കുന്ന ഒരു സോഷ്യൽ സ്റ്റിഗ്മ വളരെ വലുതായിരുന്നു. എന്നാൽ മാറിയ കാലഘട്ടത്തിൽ പല കമ്മ്യൂണിറ്റികളിലും ഈ ഒരു ചിന്താഗതി തന്നെ മാറിപ്പോയിട്ടുണ്ട്. സ്വാഭാവികമായും അത് നമ്മുടെ സോഷ്യൽ നോംസിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുമുണ്ട്. മാറിയ കാലത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എല്ലാം അവൈലബിലിറ്റി വളരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൺസംഷൻ റേറ്റും വളരെയധികം കൂടിയിട്ടുണ്ട്. പേരറിയുന്നതും അറിയില്ലാത്തതുമായ മയക്കുമരുന്നുകൾ കേരളത്തിൽ ഇപ്പോൾ സുലഭമാണ് എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയേണ്ടതുമുണ്ട്. പ്രകടനങ്ങളിലും പ്രസ്താവനകളിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല അത്. ആ ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടാകുകയും വേണം. പിയർ ഇൻഫ്ലുവൻസ് ഇക്കാര്യത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട്. പിയർ പ്രഷർ ഉണ്ടാകുമ്പോൾ സോഷ്യൽ സർക്കിളുകളിലും കൂട്ടുകാരുടെ ഇടയിലും ഫിറ്റ് ആകുവാനുള്ള ഒരു ശ്രമവും അതേപോലെ തന്നെ സബ്സ്റ്റൻസ് പരീക്ഷിക്കുന്നതിലേക്കും അവരെ നയിക്കുന്നു. പിന്നെ അതിൽ അഡിക്റ്റ് ആകുന്നു. ഇതൊന്നുമല്ലാത്ത കാരണങ്ങൾ, ചിലപ്പോഴെങ്കിലും ഡയഗ്നോസ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ കണ്ടുപിടിക്കാത്ത, തിരിച്ചറിയാത്ത മാനസിക പ്രശ്നങ്ങൾ കുറച്ചു പേരെയെങ്കിലും മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ കൊണ്ടുചെന്നെത്തിച്ചേക്കാം. നമുക്ക് എന്ത് ചെയ്യുവാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യുവാനാകും? കമ്മ്യൂണിറ്റി അവയർനെസ് വലുതായി സഹായിക്കും. മാറുന്ന സാഹചര്യങ്ങളെയും ധാരണകളെയും കുറിച്ച് കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ, സെമിനാറുകൾ, വർക്ക്ഷോപ്പ് ഒക്കെ സംഘടിപ്പിക്കുക വഴി നല്ല ഒരളവിൽ അവബോധം സൃഷ്ടിക്കുവാൻ സാധിക്കും. റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ഇക്കാര്യത്തിൽ നല്ല ഒരു പങ്ക് വഹിക്കുവാൻ കഴിയും. വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ ഇവർക്കൊക്കെ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് നൽകുവാനുമാകും. പക്ഷേ പലപ്പോഴും ഈ വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ യുവജന സംഘടനകൾ തന്നെ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നു എന്നതാണ് അവർ നേരിടുന്ന വലിയ ഒരു ആരോപണം. സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, കൗൺസിലിംഗ് സർവീസ് നടത്തുക, ഇതൊക്കെ വഴി സ്ത്രീകളിലും സബ്സ്റ്റൻസ് ഉപയോഗത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളും അതുണ്ടാക്കുവാൻ പോകുന്ന ദൂരവ്യാപകമായ ഫലങ്ങളെയും കുറിച്ച് അവബോധവും സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുവാനും നമുക്ക് സാധിക്കും. മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗത്തെക്കുറിച്ചും അത് ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചും ആരോഗ്യ സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചും വേണ്ട വിധം സ്ത്രീകളെ ബോധവതികളാക്കുക. കുടുംബപരമായ സാമ്പത്തികമായ പ്രശ്നങ്ങളുമായി എങ്ങനെ അവർക്ക് കോപ്പ് ചെയ്യുവാനാകുമെന്നത് അവരെ ഒരു തരത്തിൽ എംപവർ ചെയ്യുന്നത് പോലെ തന്നെയാണ്. കുടുംബ ബന്ധങ്ങളിലുള്ള അടുപ്പം കൂട്ടുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വേണ്ട വിധം അഡ്രസ്സ് ചെയ്യുന്നതിനും അതേപോലെ അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റും എല്ലാം കൂടുതൽ ആക്സസിബിൾ ആക്കുന്നതും നല്ലതാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.